പോലെ ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മള് ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു നാട്ടിലെത്തുന്നത്. അപ്പൊ നാട്ടിൽ വരിക എന്ന് പറഞ്ഞാല് പുറത്തുള്ള ആൾക്കാരോട് സംബന്ധിച്ച് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നാട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ചുറ്റുവട്ടം. ഞാനൊക്കെ ചെറുപ്പത്തില് നമ്മള് ക്രിക്കറ്റ് കളിക്കുക, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് അവിടെ കുറെ നമ്മളെ ഫ്രൂട്ട്സും മരങ്ങളും ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എല്ലാവരും ബ്ലോഗും കാര്യങ്ങളെല്ലാം വന്നു, നമ്മൾ അപ്ഡേറ്റായി. ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ മൊബൈലൊന്നും കൊടുക്കാൻ പാടില്ല, ആ ഒരു സംഭവമല്ലേ. അപ്പൊ ഞങ്ങൾ കൂട്ടുകാരെല്ലാരും കൂടി ക്രിക്കറ്റ് കളിക്കും. മാങ്ങ, ചിക്കു, പേരക്ക ഇതിന്റെ തൊട്ട് മുമ്പിൽ എല്ലാത്തിന്റെ മരം ഉണ്ടാവും. അപ്പൊ അത് നമ്മളിങ്ങനെ എറിഞ്ഞെടുത്ത് കഴിക്കുക. ഇതൊക്കെയാണ് നമ്മളെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇപ്പോഴും, പണ്ടൊക്കെ കുറേ മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ ഉപ്പ നാട്ടിലുള്ളത് കൊണ്ട് ഇപ്പൊ എല്ലാം നോക്കി അതിനൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്ന് കണ്ടുവരാം ഉപ്പാന്റെ കൂടെ. നാട്ടിലെത്തി അതിരാവിലെ സുബഹിയൊക്കെ നിസ്കരിച്ച് വന്ന് ഉപ്പാന്റെ കൂടെ അതിനുള്ളിലൂടെ ഇങ്ങനെ നടന്ന് കണ്ടാസ്വദിക്കാൻ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കും അത് കാണിച്ചു തരാം. വീടിന്റെ തൊട്ട് മുമ്പിലായിട്ട് നമുക്ക് നമ്മളെ ഈ സ്ഥലങ്ങൾ കാണാം. ഈ സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ മാങ്ങ, പേരക്ക, ചിക്കു ഇതൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. നമുക്ക് വലിയൊരു മാങ്ങേൻ്റെ മരം കാണാൻ പറ്റും. നമുക്ക് ഇതെല്ലാം കണ്ടുവരാം. ഓക്കെ, ഹലോ ഗായ്സ്. അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നിന്നും ഉപ്പാൻ്റെ കൂടെ സുബഹി നിസ്കരിച്ച് വന്നതിന് ശേഷം പോയി കണ്ട കാഴ്ചകളാണ്. പല തരത്തിലുള്ള ഫ്രൂട്ട്സ് മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ കണ്ട ലെമനും ഇപ്പൊ കാണുന്ന ബനാനയും ഇനി കാണാൻ പോകുന്ന പൂക്കളും എല്ലാം നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ളത് തന്നെയാണ്. ഈ കാണുന്നത് നമ്മുടെ മൂത്താപ്പയുടെ ഷോപ്പാണ്. മണിമുണ്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു ഷോപ്പാണ്. അതിനുശേഷം നമ്മുടെ 2 മൂരിക്കുട്ടികളുണ്ട്, അതിനൊന്ന് കണ്ടിട്ട് വരാൻ ഞങ്ങൾ പോയി. ഇവനെന്താ എന്റെ ബാക്കിൽ ക്യാമറയും പിടിച്ചോണ്ട് വരുന്നത്? ഈ കാണുന്ന പൂക്കളൊക്കെ മൂത്താപ്പാൻ്റെ വീടിൻ്റെ പുറത്ത് റോഡ് സൈഡിലുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാൻ പോകാം. ഇതാണ് ഗോതമ്പിൻ്റെ കൽത്തപ്പം. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആണ് ഗോതമ്പിൻ്റെ കൽത്തപ്പം. ഉച്ചയ്ക്ക് ശേഷം ഞാനും ഉമ്മയും കൂടി പെങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. പെങ്ങളുടെ വീട് കുഞ്ചത്തൂരിലാണ്. പിന്നെ അവിടെ പോയി എന്തൊക്കെ കഴിക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് എൻ്റെ പെങ്ങളുടെ വീട്. നമ്മൾ കാറ് നേരെ പാർക്ക് ചെയ്തിട്ട് ഇന്നത്തെ ഫുഡ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ സാധനം ആരും കണ്ടിന? ഈ സാധനത്തിന്റെ പേരെന്തെങ്കിലും അറിയോ? ഇതാണ് അതിന്റെ തൈ, ചക്കപ്പിത്രു. ഇത് മധുരവും പുളിയെല്ലാം ചേർന്നൊരു ഫ്രൂട്ടാണ്. ഞങ്ങളിതിനെ അമ്പട്ട എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ചു നേരം മധുരമുള്ള നല്ല സേവും കുടിച്ചോണ്ട് എൻ്റെ പഴയ വ്ളോഗ്സ് വലിയ TV സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന് ആസ്വദിച്ചു. എന്ത് നല്ല കാലമായിരുന്നു, എത്ര ട്രാവൽ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി. നമ്മൾ കുറച്ച് ചിക്കൻ രാത്രിക്കും പിന്നെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മീനും വാങ്ങി തിരിച്ചു വന്നു. അയക്കുറ അല്ലെങ്കിൽ സിയർ ഫിഷ്, അഞ്ചൽ എന്നൊക്കെ പേരുള്ള മീനും പിന്നെ കുറച്ച് കുഞ്ഞു മത്തിയാണ് കൊണ്ടുവന്നത്. നല്ല മസാലയിട്ട് പൊരിച്ചെടുത്തു. കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരിക. ഇതെല്ലാം റെഡിയാകുമ്പോൾ ഉപ്പയെത്തി അങ്ങനെ ഒരു പ്ലേറ്റും വെച്ച് അതിലോട്ട് കുറച്ച് ചോറും അതിൻ്റെ മുകളിൽ നല്ല അടിപൊളി മീൻ കറി. ബേളൂരി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം. ഇതിന് ചിലപ്പോൾ നത്തലി എന്ന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ വലിയൊരു പീസ് മീനും നല്ല ബീൻസ് തോരനും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം പ്ലേറ്റിലിട്ട് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. കാരണം ബാംഗ്ലൂരിൽ നമുക്കിതൊന്നും കിട്ടില്ലല്ലോ. വീട്ടിൽ വന്നാലേ ഇതുപോലത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഭക്ഷണത്തിന് ശേഷം ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫുഡെല്ലാം കഴിച്ചോണ്ട് ഇന്നത്തെ വീഡിയോയോട് നമ്മൾ വിട പറയും. ബൈ കൂട്ടുകാരെ.